ക്യാമ്പ്രിക് കോട്ടണിൽ തന്നെ വന്നിട്ടുള്ള ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന സൽവാർ സൂട്ടുകളുടെ കളക്ഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. എല്ലാവർക്കും പുത്തിരാൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഈ ഒരു സെറ്റ് വന്നതിൽ ഈ ഒരു ബാച്ചിന്റെ തന്നെ പല വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു. അതിൽ ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിസൈൻസ് ആണ് നമ്മൾ കാണുന്നത്. ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെയുള്ള ഫാബ്രിക് തന്നെയാണ്. നമ്മളിവിടെ നമ്മുടെ ഓൺലൈനിൽ തന്നെ പോകുന്ന ക്യാമ്പ്രിക്കിന്റെ ആ ഒരു സെയിം ഫാബ്രിക് തന്നെയാണ്. നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് ആണ്. ഓരോന്നോരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു യെല്ലോ കളറിലാണ്. യെല്ലോ കളറിൽ തന്നെ ബാന്തിനി പ്രിന്റിലുള്ള ഒരു സെറ്റ് ആണ് കേട്ടോ. ടോപ്പ് വന്നിരിക്കുന്നത് 2.35, ബോട്ടം വന്നിരിക്കുന്നത് 2.40, ദുപ്പട്ട വന്നിരിക്കുന്നത് 2.35. അപ്പോൾ ഈ ടോപ്പും ബോട്ടവും ക്യാമ്പ്രിക് ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഈ ഒരു കാണുന്നതിന് ഒരു ഓഫ് വൈറ്റ് പാൻറ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൽവാറായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് തന്നെയാണ്. 46 ഇഞ്ചാണ് ലെങ്ത് നമുക്ക് ഇതിനകത്ത് നിന്ന് മാക്സിമം കിട്ടുന്നത്. ഇങ്ങനെയായിരിക്കും ഇതിന്റെ പ്രിന്റ് പോകുന്നത്. ബാന്തിനി പ്രിന്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിന്റെയും വൺ സൈഡിനകത്തായിട്ട് ഒരു ബോർഡർ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമുക്ക് സ്ലിറ്റിന്റെ സൈഡിലോ സ്ലീവിന്റെ എൻഡിലൊക്കെ കൊടുക്കാവുന്നതാണ്. നമുക്കിനി ഇതിന്റെ ബോട്ടം ഒന്ന് നോക്കാം. ക്യാമ്പ്രിക്കിൽ തന്നെ വന്നിട്ടുള്ളതാണ്. അതേ ബാന്തിനി പ്രിന്റിന്റെ തന്നെ ഒരു സെയിം ഒരു പ്രിന്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് അതിന്റെ ഒരു കോമ്പിനേഷൻ പോകുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ദുപ്പട്ട ഒന്ന് നോക്കാം. ഇനിയിപ്പോൾ ഹോട്ട് സീസൺ ഒക്കെ വരുന്നത് കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ പറയുന്നത് പോലെ കോട്ടൺ ഒക്കെ ഒത്തിരി നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ ആവശ്യം വരും. അപ്പൊ ആ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ഫാബ്രിക് ഒക്കെ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ആ ഒരു സെറ്റ് വരുന്നത്. ഞാൻ ഈ ദുപ്പട്ട മാത്രം ഒന്ന് വെയർ ചെയ്ത് കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ്. ഞാൻ ദുപ്പട്ട മാത്രം ഒന്ന് നിങ്ങൾക്ക് വെച്ച് കാണിച്ചു തരാം. നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിന്റെ ദുപ്പട്ട വരുന്നത്. മൽ കോട്ടണിലാണ്, മൽമൽ എന്ന് പറയില്ല, ആ ഒരു കോട്ടണിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട തന്നെയാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 849 ആണ്. അപ്പൊ നമുക്കിനി ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ നോക്കാം. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു ബാത്തിക് പ്രിന്റിൽ വന്നിട്ടുള്ളതാണ്. ടെയിൽ ഗ്രീൻ ഷെയ്ഡിലുള്ളതാണ്. നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ്. സോഫ്റ്റ് ആയിട്ട് കളറാണ്. ഇനിയിപ്പോൾ ഈ സീസൺ വരുമ്പോൾ, അതായത് ഹോട്ട് സീസൺ വരുമ്പോൾ ഡാർക്ക് കളേഴ്സിനേക്കാളും ഏറ്റവും നല്ലത് നമുക്ക് ലൈറ്റ് കളേഴ്സ് തന്നെയാണ്. ആ ഒരു കളേഴ്സിലുള്ളതാണ് നമ്മൾ ഇനി അധികം തന്നെ എടുക്കാനായിട്ടും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ടോപ്പ് വന്നിരിക്കുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ക്ലോസിലൊന്ന് കാണിച്ചു കൊടുക്കാം. ബോട്ടം വന്നിരിക്കുന്നത് ഒരു ലൈൻ പാറ്റേണിലുള്ള ഒരു ഡിസൈനിലാണ്. പ്രിന്റ് വരുന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് തന്നെയാണ്. അതിന്റെ ദുപ്പട്ട വരുന്നത് ഈ ഒരു ഡിസൈനിലാണ്. അതായത് ബോട്ടത്തിന്റെ അതേ ഡിസൈനിലാണ് ഇതിന്റെ ദുപ്പട്ടയും വന്നിരിക്കുന്നത്. ഇങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ദുപ്പട്ട വരുന്നത്. ഞാനത് മൂന്നും കൂടെ ഒന്ന് വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും ഇത് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ്. 849 ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു പിങ്ക് ഷെയ്ഡിലാണ്. സെയിം പ്രിന്റ് തന്നെയാണ്. ആ ബാത്തിക്കിന്റെ അതേ പ്രിന്റിൽ തന്നെയാണ് പോയിട്ടുള്ളത്. കളറിന് മാത്രമാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ബോട്ടം വന്നിരിക്കുന്നതും ക്യാമ്പ്രിക്കിൽ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് ബോട്ടം നമുക്ക് ഇതിനകത്ത് രണ്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനകത്തൊരു ലൈറ്റ് ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഒരു ക്രീം കളറിലുള്ള ബോട്ടം ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് ടോപ്പ് വെയർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ടയും വരുന്നത്. നല്ല ഭംഗിയുള്ള കളറാണ്. കുറച്ച് റാണി പിങ്കിലേക്ക് പോയി ഇതിന്റെ ദുപ്പട്ടയുടെ ഒരു ഷെയ്ഡ് വന്നിട്ടുള്ളത്. ഞാൻ ദുപ്പട്ട മാത്രം ഒന്ന് വെച്ച് കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഇനി നമുക്കിതിന്റെ വേറൊരു പ്രിന്റ് അവൈലബിൾ ആണ്. അതൊന്ന് കണ്ടു നോക്കാം. വേറൊരു പ്രിന്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ഡാർക്ക് പീച്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ്. ഇങ്ങനെയാണ് അതിന്റെ ടോപ്പ് വന്നിരിക്കുന്നത്. ക്ലോസിലേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാമോ? അപ്പൊ അതിനകത്തുള്ള ആ ഒരു പ്രിന്റ് മനസ്സിലാകും. ഇത് ബോട്ടം ആണ് കേട്ടോ. ടോപ്പ് വന്നിരിക്കുന്നത് ഇതാണ്. ഞാൻ ആദ്യം ഓപ്പൺ ആക്കിയത് ബോട്ടം ആയിപ്പോയി. ഇതാണ് ഇതിന്റെ ടോപ്പിന്റെ പ്രിന്റ് വന്നിട്ടുള്ളത്. ഈ ടോപ്പിന്റെ പ്രിന്റിന്റെ ലോവർ സൈഡിലായിട്ട് ആ ഒരു ബോർഡറും കൂടി ഇൻക്ലൂഡഡ് ആണ്. നമുക്കിനി ഇതിന്റെ ദുപ്പട്ട ഒന്ന് നോക്കാം. ദുപ്പട്ട വന്നിരിക്കുന്നതും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കളറിലാണ്. ഒരു ഓഫ് വൈറ്റ് കളറിലാണ് ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ്. ഇങ്ങനെയാണ് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. അപ്പൊ നമുക്കിത് മൂന്നും കൂടെ ഒന്ന് വെച്ച് നോക്കാം. മൂന്നും കൂടെ വെക്കുമ്പോൾ ഇതിങ്ങനെയാണ് ഇതിന്റെയും ഡിസൈൻ വരുന്നത്. ഇനി നമുക്ക് വേറൊരു പ്രിന്റ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ക്യാമ്പ്രിക്കിൽ തന്നെയാണ് എല്ലാം തന്നെ വരുന്നത്. ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് ലെങ്തി ആക്കുന്നില്ല. ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ്. ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ഈ ഒരു പ്രിന്റിലാണ്. ഇതും ഒരു ഫ്ലോറൽ പാറ്റേണിലാണ്. വൺ സൈഡിനകത്ത് ഇതിനകത്ത് ക്ലോസിൽ കാണിച്ചു കൊടുക്കാം. വൺ സൈഡിനകത്ത് ആ ഒരു ഒരു ബോർഡർ ഇൻക്ലൂഡഡ് ആണ്. ദുപ്പട്ട വരുന്നത് ഓഫ് വൈറ്റ് കളറിലാണ്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഒരു നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. സോഫ്റ്റ് ആയിട്ടുള്ള കളറാണ്. നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പള്ളി പോണ ആവശ്യത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മാറ്റേഴ്സിനൊക്കെ യൂസ് ചെയ്യാവുന്ന പോലത്തെ ഒരു കളറിലാണ് ഇത് വന്നിട്ടുള്ളത്. വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിന് ദുപ്പട്ട കിടക്കുന്നത്. മൽമൽ കോട്ടണിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ആദ്യം കണ്ട ബാന്തിനിയിലെ അതിന്റെ തന്നെ വേറെ ഡാർക്ക് പീച്ച് ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ്. സെയിം തന്നെയാണ്. പ്രിന്റ് ഒക്കെ സെയിം തന്നെയാണ്. നമുക്കിതിന്റെ കളേഴ്സിലാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. അതുപോലെ ഇതിന്റെ ബോട്ടത്തിനും ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്.
ബോട്ടവും ആദ്യം കണ്ടതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ ദുപ്പട്ട കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ദുപ്പട്ട ആ ബോട്ടത്തിൻ്റെ അതേ പ്രിന്റിലാണ്. ഇതും നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് തന്നെയാണ്. ഇങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. സൂപ്പർ കളക്ഷൻസ് ആണ് എല്ലാം തന്നെ. പ്രൈസ് വന്നിരിക്കുന്നത് 849 ആണ്. ടോപ്പിന്റെ ക്ലോസ് വ്യൂലൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിന്റെ പാറ്റേൺ പോകുന്നത്. ഇങ്ങനെയാണ് ടോപ്പും ബോട്ടും ദുപ്പട്ടയുമായിട്ടുള്ള ഒരു സെറ്റ് വരുന്നത്. ഞാൻ ഇതിന്റെ സൈസ് ഒന്നും കൂടെ പറയട്ടെ. ടോപ്പ് വന്നിരിക്കും 2.35, ബോട്ടം വന്നിരിക്കും 2.40, ദുപ്പട്ട വന്നിരിക്കും 2.3 ആണ്. അപ്പോൾ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 849 ആണ്. നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാം, ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ആ ഒരു പാറ്റേണിലാണ്. ലെങ്ത് ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് മാക്സിമം നമുക്ക് കിട്ടാൻ പോകുന്നത് 46 ആണ്. എനിക്കറിയാം ഇത് കുറവാണ് 2.3 എന്നുള്ളത്. പക്ഷെ നമ്മൾ ഈ അടുത്തൊരു ബാച്ചിൽ എല്ലാം തന്നെ 2.3യിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ 2.5ലേക്കുള്ള റിക്വയർമെന്റിന് നമ്മൾ എന്താ പറയുക, നമ്മുടെ റിക്വയർമെന്റ് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോകളിൽ എന്താ പറയുക, ഐറ്റം ഇവിടെ എത്തിക്കഴിയുമ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ വീഡിയോസ് എല്ലാം തന്നെ ചെയ്യുന്നതായിരിക്കും. നല്ല ക്വാളിറ്റിയുള്ള കാംബ്രിക് കോട്ടണിലുള്ള സൽവാർ സൂട്ടുകളുടെ കളക്ഷനാണ് നമ്മളിന്നെല്ലാം തന്നെ കണ്ടത്. നമ്മളിന്ന് കണ്ട പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നതിന്റെ രീതി ഞാനൊന്ന് പറയട്ടെ. ഇതെല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ അവൈലബിൾ ആക്കിക്കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഔട്ട് ആക്കുന്നത്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. www.poothrands.com എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ ID വന്നിരിക്കുന്നത്. നിങ്ങളത് ആ ഒരു ID അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ആ ഒരു സെർച്ച് കോഡ് ഉണ്ടല്ലോ, ആ സെർച്ച് കോഡ് അതിൽ അടിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി തന്നെ എത്താൻ കഴിയുന്നതാണ് കേട്ടോ. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് അങ്ങനെ സാധിക്കുന്നില്ല എന്ന് പറയുന്നവർക്കായിട്ട് ഞാൻ ഇതിന്റെ ഈ പ്രൊഡക്റ്റിന്റെ തന്നെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം 3 പ്ലാറ്റ്ഫോമിലെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ലിങ്ക് വർക്ക് ആവുന്നില്ല, അത് നോർമലി അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ അതിൽ സെർച്ച് കോഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സെർച്ച് കോഡ് വഴിയും നിങ്ങൾക്ക് ഇതിനകത്ത് കയറി അതല്ലെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി പ്രൊഡക്റ്റിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറോ സൈസോ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് ചെക്കൗട്ട് ചെയ്ത് പോരാവുന്നതാണ്. ഇനി അതൊന്നും കഴിയുന്നില്ല എന്ന് പറയുന്നവർക്കായിട്ട് നമ്മൾ ഇതെല്ലാം തന്നെ വാട്സാപ്പിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. മാക്സിമം തന്നെ നിങ്ങൾ നമ്മുടെ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. കാരണം വീഡിയോ ഔട്ട് ആകുമ്പോൾ തന്നെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ലഭിക്കുന്നതാണ്. വാട്സാപ്പിലേക്ക് ആകുമ്പോൾ കുറച്ചും കൂടി ടൈം റിപ്ലൈ വന്ന് അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ ചില പ്രൊഡക്റ്റുകളൊക്കെ സോൾഡ് ഔട്ട് ആകാറുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കസ്റ്റമർ സപ്പോർട്ടിനായിട്ട് മാത്രം വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അതിൻ്റെ അർത്ഥം വാട്സാപ്പിൽ കൂടെ സെയിലില്ല എന്നല്ല, നിങ്ങൾക്ക് കഴിയാത്തവർക്കായിട്ടാണ് നമ്മൾ വാട്സാപ്പ് വെച്ചിരിക്കുന്നത്. നമ്മൾ കണ്ട പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നോർമലി നമ്മുടെ റണ്ണിങ് ഫാബ്രിക്കിന്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത് പോലെ 500 എബോവ് വരുന്ന വീഡിയോ എല്ലാ ഷോപ്പിങ്ങിനും നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കേരളത്തിനകത്ത് ചെയ്യുന്നത്. ബിലോ 500 നമ്മൾ 50 റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട് കേരളത്തിനകത്ത് തന്നെ. അതുപോലെ തന്നെ ഔട്ട്സൈഡ് കേരളയ്ക്കും 50 റുപ്പീസ് ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ഇനി DTDCയോ സ്പീഡ് പോസ്റ്റോ അതല്ല വേറെ ഏതെങ്കിലും കൊറിയർ ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യുക. അതിനുള്ള പേയ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ഓൺലൈനിലും ഷോപ്പിലും അവൈലബിൾ ആക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ഔട്ട് ആക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഷോപ്പിലും അവൈലബിൾ ആണ്. വീഡിയോ ഔട്ടായ സെയിം ഡേ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെ SBI ബാങ്കിന്റെ തൊട്ടടുത്താണ്. അതായത് KSRTC ബസ് സ്റ്റാൻഡിന്റെ ഒക്കെ അടുത്തായിട്ടൊരു SBI ബാങ്ക് ഉണ്ട്. അതിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മളെ ഷോപ്പിൽ സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്കൊരു ഡിസൈനർ ടീം ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തും ഇത് ഞങ്ങൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഓൺലൈനിലും ഓഫ്ലൈനിലും നമ്മൾ സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഷോപ്പിന്റെ വർക്കിംഗ് ടൈം വരുന്നത് 9:30 AM മുതൽ 8 o'clock വരെയാണ്. വീഡിയോ ഔട്ട് ആവുന്നത് ഞാൻ റണ്ണിങ് ഫാബ്രിക്കിന്റെ പറയുന്നത് പോലെ 7:30 AM മുതലാണ്. 7:30 AM, 8 AM, 8:30 AM അങ്ങനെ ഒരു അരമണിക്കൂർ ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഒരു 1/4 മണിക്കൂർ ഗ്യാപ്പിലാണ് വീഡിയോകളെല്ലാം തന്നെ ഔട്ട് ആകുന്നത്. 10 o'clock ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ടായി കഴിയുന്നതാണ്. നോർമലി ഒരു 3-4 റണ്ണിങ് ഫാബ്രിക്കിന്റെ വീഡിയോയും പിന്നെ സാരി, സൽവാർ, കോട്ടൺ സൽവാർ സെറ്റ്, ബെഡ്ഷീറ്റ് അങ്ങനെയൊക്കെയുള്ള വീഡിയോസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടി നമ്മൾ സാരികളൊക്കെ കുറേ അധികം പ്രൊക്യൂർ ചെയ്യാനുള്ളതിൻ്റെ ഒരു ഭാഗത്തിലാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. അപ്പോൾ കുറച്ചധികം സാരികളുടെ വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ടേംസ് ഒക്കെ വരുന്നത്. ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളൊന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.